കെ.സി. വേണുഗോപാലിനെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കെ.സി. വേണുഗോപാൽ പരിക്ഷീണനാണ്. പോലീസിന്റെ ബലപ്രയോഗം നടത്തിക്കൊണ്ട് അദ്ദേഹം ഇടയ്ക്ക് താഴെ വീണ് പോകുന്നത് പോലും നമ്മൾ കണ്ടു. കെ.സി. വേണുഗോപാൽ ഇപ്പോൾ വാഹനത്തിലേക്ക് ഉന്തിത്തള്ളി കൊണ്ടുപോവുകയാണ് പോലീസ്. അവിടെ നിന്ന് രാഹുൽ ഗാന്ധി ഒപ്പം അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കളെ എല്ലാവരെയും കായികമായി കൈകാര്യം ചെയ്ത ദില്ലി പോലീസിനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേതാക്കളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിയാൽ പിന്നീട് അവിടെ കൂടിച്ചേർന്നിരിക്കുന്ന ആളുകളോട് പോലീസിന്റെ സമീപനം എന്തായിരിക്കുമെന്നത് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. രാഹുൽ ഗാന്ധിയെ വലിച്ചിഴക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഷാഫി പറമ്പിലടക്കമുള്ള നേതാക്കൾ എല്ലാവരും പോലീസിനോട് കൃത്യമായി പറയുന്നുണ്ട് അത് ചെയ്യരുത് എന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, കൃത്യമായ നിർദ്ദേശം അവർക്ക് മുന്നിലുണ്ട്. അതൊരു പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തന്നെയായിരിക്കും. അത് തീർച്ചയായും ഇത് പോലീസിന്റെ ഉന്നത തലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന നീക്കം തന്നെയാണ്. കാരണം അതല്ല എങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിനെ ഇതുപോലെ വലിച്ചിഴച്ച് കൊണ്ടുപോകാനുള്ള ധൈര്യമൊന്നും ദില്ലി പോലീസിനുണ്ടാകില്ല. അപ്പോൾ ഇത് ഉന്നതങ്ങളിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള നടപടി തന്നെയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളാണ് ഇവരെല്ലാവരും. ഇവർ സാധാരണ വ്യക്തികളല്ല, ജനങ്ങൾ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ച ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളാണ്. സർക്കാരിന് തുല്യമായി തന്നെ വിലയിരുത്തേണ്ട പ്രതിപക്ഷ നേതാക്കളാണ്. ആ പ്രതിപക്ഷ നേതാക്കൾ ആണ് ഇതുപോലെ പോലീസ് നടപടിക്ക് വിധേയരാകുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പ്രതിഷേധ മാർച്ച് നടത്തി ആ പ്രതിപക്ഷ നേതാക്കളെ ഈ നിലയിലാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത് എന്നത് തീർച്ചയായും ജനാധിപത്യ ചരിത്രത്തിൽ അത് ഒരു കറുത്ത അധ്യായമായി തന്നെ തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത് ജനാധിപത്യ ചരിത്രത്തിൽ കറുത്ത അധ്യായമായി എഴുതപ്പെടേണ്ട ഒരു സമരം തന്നെയായിരിക്കും. ആ സമരം എന്നത് ഈ പോലീസ് നടപടിയുടെ ഭാഗമായി തന്നെയാണ് വിലയിരുത്തുക. ഇത് തീർച്ചയായും ഗുരുതരമായൊരു സാഹചര്യം തന്നെയാണ്. ഇത് മുകളിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. അതല്ല എങ്കിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഈ രീതിയിലായിരിക്കില്ല ദില്ലി പോലീസ് കൈകാര്യം ചെയ്യുക. അതീവ സുരക്ഷയുള്ള വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. നേരത്തെ SPG സുരക്ഷയായിരുന്നു. മോദി അധികാരത്തിൽ വന്ന ശേഷമാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രത്യേക നിയമം മൂലം നടപ്പാക്കിയിരുന്ന SPG സുരക്ഷ റദ്ദാക്കുകയും അവർക്ക് Z ക്ലാസ് സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ Z ക്ലാസ് സുരക്ഷയുണ്ടെങ്കിലും ആ സുരക്ഷാ വലയം ഭേദിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ദില്ലി പോലീസ് അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ഷാഫി പറമ്പിലിനെ പോലുള്ള MP-മാർ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അഖിലേഷ് യാദവിനെ പോലുള്ള നേതാക്കൾ അവിടെ തടയാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നേതാവാണ്, സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനാണ്. ആ നേതാവാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇത് ചെയ്യരുത്, ഡൽഹി പോലീസ് ഇത് ചെയ്യരുത്, രാഹുൽ ഗാന്ധിയോട് ഈ രീതിയിൽ പെരുമാറരുത്, ഈ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, ഇത് ചെയ്യരുത് എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഡൽഹി പോലീസിന്റെ ഈ നടപടി എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന രീതിയിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു ചരിത്രം തന്നെയായിരിക്കും. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നു. പ്രിയങ്ക ഗാന്ധിയെ ബലമായി കായികമായി തന്നെ ദില്ലി പോലീസ് ആ സമരസ്ഥലത്ത് നിന്ന് നീക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയങ്ക ഗാന്ധിയെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കും. കസ്റ്റഡിയെടുക്കാൻ വേണ്ടി ശ്രമങ്ങൾ പൂർത്തിയായി പ്രിയങ്ക ഗാന്ധിയെ കസ്റ്റഡി എടുത്ത് കൊണ്ടുപോകുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിൽ എടുത്തു. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന കാഴ്ച എന്താണെങ്കിലും കാണാൻ കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധി ഇവിടുന്ന് കസ്റ്റഡി എടുത്തുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വലിയ സുരക്ഷ ഇപ്പോൾ ഇവിടുന്ന് പ്രിയങ്ക ഗാന്ധി ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. വലിയ